എത്രയെത്ര മരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. വയനാട് മാത്രം ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 183 പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 8 പേർ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ കടുവയുടെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 46 വർഷത്തിൻ്റെ ചരിത്രമെടുത്താൽ കേരളത്തിൽ 2024 ഡിസംബർ വരെ മാത്രം 915ഓളം മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ വന്യജീവി സംഘർഷങ്ങളിൽ നിന്ന്, ഈ വന്യജീവി കൊലപാതകങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ ശാശ്വതമായ എന്ത് മാർഗമാണുള്ളത്? നമുക്ക് രണ്ടായി തന്നെ തിരിക്കാം. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ വനനിയമ ഭേദഗതിയും. ശരിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ 1972 വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്യജീവി സംഘർഷത്തിൽ മനുഷ്യപക്ഷത്തു നിന്ന് ഇടപെടുന്നതിനൊരു ചെറിയ വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം 1972 സെക്ഷൻ 11(1)(a) പ്രകാരം നിങ്ങൾ ഷെഡ്യൂൾഡ് 1-ൽപ്പെട്ടിരിക്കുന്ന അഥവാ പട്ടിക 1-ൽപ്പെട്ടിരിക്കുന്ന ഒരു വന്യജീവിയെ, ഉദാഹരണത്തിന് കടുവയെപ്പോലെ, കാട്ടാനയെപ്പോലെ ഒരു ജീവിയെ നിങ്ങൾക്ക് വെടിവെക്കണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പാലിക്കണം. ഒന്ന്, ആ കടുവയെ കെണിവെച്ച് പിടികൂടാൻ, കൂടുവെച്ച് പിടികൂടാൻ കഴിയില്ല എന്ന് വൈൽഡ് ലൈഫ് വാർഡന് ബോധ്യപ്പെടണം. 2, മറ്റൊരു തരത്തിൽ ആ മറ്റൊരു സ്ഥലത്തേക്ക് തുറന്നുവിട്ട് പരിക്കുപറ്റാതെ ആ കടുവയെ സുരക്ഷിതമായി എത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. 3, അതൊരു ഹാബിച്വൽ മാനീറ്ററാണ്, അഥവാ നിരന്തരമായി മനുഷ്യരെ തിന്നുകൊണ്ടിരിക്കുന്ന കടുവയാണ്, ഒരു നരഭോജി കടുവയാണ് എന്നത് സാക്ഷ്യപ്പെടുത്തണം. ഈ ഹാബിച്വൽ മാനീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ രാധയെ കൊന്ന കടുവയെ ഹാബിച്വൽ മാനീറ്ററായിട്ട് നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തുന്നില്ല. പകരം അത് ഒരു മനുഷ്യനെ കൊന്ന ഒരു കടുവ എന്ന് മാത്രമേ ഉള്ളൂ. മാനീറ്ററായ പോരാ, ഹാബിച്വൽ മാനീറ്ററായി തീരണം. നിരന്തരം നരഭോജിയായ കടുവയെ മാത്രമേ വെടിവെക്കാനുള്ള അനുവാദം നൽകുന്നുള്ളൂ റെഗുലേഷൻസ് പ്രകാരം. അപ്പോൾ ഈ വന്യജീവി നിയമത്തിലെ ഭേദഗതി വേണ്ടതല്ലേ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. 2018 മഹാരാഷ്ട്രയിലാണ്. അവിടെ ഒരു സ്ഥലത്ത് അവനി എന്നു പേരുള്ളൊരു കടുവയെ വെടിവെച്ച് കൊന്നു ഒരു വൈൽഡ് ലൈഫ് വാർഡൻ. അദ്ദേഹം ഉത്തരവിട്ടു. ആ ഉത്തരവിട്ടതിൻ്റെ കാര്യം എന്താ? 13 മനുഷ്യരെയാണ് അവനി എന്ന് പറയുന്ന കടുവ കടിച്ചു കൊന്നത്. അങ്ങനെ ആ വൈൽഡ് ലൈഫ് വാർഡനെ ഒടുവിൽ നാഗ്പൂർ ബെഞ്ച്, മഹാരാഷ്ട്രയിലെ ബോംബെ കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് നിരന്തരം വിളിപ്പിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം, അതൊരു ഹാബിച്വൽ മാനീറ്റർ ആണെന്ന് താങ്കൾക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു? എങ്ങനെയാണ് ഈ 11(1)(a) പ്രകാരം നിങ്ങളതിനെ കൊല്ലാമെന്ന് ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ്. ഇപ്പോഴും ആ കേസ് ഡിസ്പോസ് ആയിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരാളും ഉത്തരവിടാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന വന്യജീവി നിയമത്തിൻ്റെ സെക്ഷൻ 11(1)(a) പ്രകാരം നിലവിൽ ഷെഡ്യൂൾഡ് 1-ൽപ്പെട്ടിരിക്കുന്ന ഒരു വന്യജീവിയെ അങ്ങനെ വെടിവെച്ച് കൊല്ലാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ മറിച്ചൊരു ചോദ്യം വരും, വന്യജീവികളെ വെടിവെച്ച് കൊല്ലുന്നതാണോ ഇതിനുള്ള ഒറ്റമൂലി? മാധവ് ഗാഡ്ഗിൽ പരിസ്ഥിതി പ്രവർത്തകനാണല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. സ്വീഡനിലും നോർവേയിലും അടക്കം നിങ്ങൾ നോക്കൂ, അവിടെ മനുഷ്യജീവിതത്തിന് തടസ്സം നിൽക്കുന്ന, മനുഷ്യനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന വന്യജീവികളെ നിങ്ങൾക്ക് വേട്ടയാടാനും അവയുടെ മാംസം ഉപയോഗിക്കാനുമുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. ഓസ്ട്രേലിയയിലെ നാഷണൽ അനിമലിനെ തന്നെ നിങ്ങൾക്ക് വേട്ടയാടാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മുള്ളംപന്നി, അതേപോലെ കാട്ടുപന്നി, മാൻ തുടങ്ങിയവ വിളകൾ നശിപ്പിക്കുകയും മനുഷ്യജീവന് സ്വസ്ഥത കിട്ടുകയും ചെയ്യുന്നില്ല എന്ന് കാണുന്ന ഘട്ടത്തിൽ അവയെ വെടിവെച്ച് കൊന്ന് അവയുടെ മാംസം ഗിഫ്റ്റായി കൊടുക്കാമെന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിലാണ്. അപ്പോൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ തന്നെ ഈ വന്യമൃഗജീവികൾ മനുഷ്യർക്ക് തടസ്സമാകുന്ന ഘട്ടത്തിൽ അവയെ കൊന്ന് മനുഷ്യർക്ക് ഗുണകരമാവുന്ന രീതിയിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേസമയം ഒരു എക്കോളജിക്കൽ റീസ്റ്റോറേഷൻ സ്ഥാപിക്കണമെന്നുള്ള കൺസർവേഷനിസ്റ്റുകളുടെ അഥവാ പരിസ്ഥിതിവാദികളുടെ അഭിപ്രായത്തെ നമ്മൾ പിന്താങ്ങുകയും ചെയ്യുന്നു. അത് ലോങ് ടൈമിൽ നമ്മുടെ തലമുറയ്ക്ക് വന്യജീവികളും വനവും അടങ്ങുന്ന ഒരു എക്കോസിസ്റ്റം വേണം എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ വയനാട്ടിൽ നോക്കൂ, ആരെങ്കിലും ശാസ്ത്രീയമായൊരു പഠനം നടത്തിയിട്ടുണ്ടോ? വയനാട്ടിലെ വനങ്ങൾ ചുരുങ്ങുന്നതും മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുന്നതും. നേരത്തെ എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ശശീന്ദ്രൻ നായർ പറയുന്നൊരു കാര്യമുണ്ട്. 1950 കണക്കെടുത്ത് നോക്കിയാൽ 1800 കിലോമീറ്റർ സ്ക്വയർ ഉണ്ടായിരുന്ന വയനാട്ടിൻ്റെ വനവിസ്തൃതി എന്ന് പറയുന്നത് പിന്നീട് 800 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങുകയും ഇപ്പോൾ 250-300 സ്ക്വയർ കിലോമീറ്റർ താഴെയായിട്ട് മാറുകയും ചെയ്യുന്നു. പോപ്പുലേഷൻ നോക്കൂ, 50,000-ൽ നിന്ന് 8 ലക്ഷമായിട്ട് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വനവും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ഈ ജനസംഖ്യാ വിസ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഈ എക്കോളജിക്കൽ റീസ്റ്റോറേഷൻ നടത്താൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട്. അതിനെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതിലൊരു ഉദാഹരണമാണ് വിവിധ പ്ലാന്റേഷനുകൾ സർക്കാരിൻ്റെ ഭാഗമുണ്ട്. നോക്കൂ, ഈ വയനാട്ടിലെ നമ്മൾ വനമെന്ന് പറയുന്നുണ്ടെങ്കിലും പല പ്രദേശങ്ങളും മോണോക്രോപ്പുള്ള പ്ലാന്റേഷനുകളാണ്. സ്വർണ്ണക്കൊന്നയാണെങ്കിൽ അത്, ഈ പറയുന്ന അക്കേഷ്യ ആണെങ്കിൽ അത്, അതേപോലെ
തേക്ക് പ്ലാന്റേഷനുകളാണെങ്കിൽ അത് ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഒരു റിസർവ് ഫോറസ്റ്റ് അല്ല. ഇതൊന്നും വനത്തിൻ്റെ എക്കോളജിക്കൽ സ്വഭാവമുള്ള സ്ഥലങ്ങളല്ല. ഇവയൊക്കെ വീണ്ടെടുത്ത് റിസർവ് വനത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി അവിടെ ഒരു എക്കോ റീസ്റ്റോറേഷൻ ചെയ്യാൻ ഈ സർക്കാരിന് എന്തെങ്കിലും പദ്ധതിയുണ്ടോ? ഒരു പദ്ധതിയുമില്ല. ഒരു കാട്ടാന ഇറങ്ങുമ്പോൾ ഫെൻസിങ് നിർമ്മിക്കാമെന്ന് പറഞ്ഞ് 10 ലക്ഷം കൊടുത്ത് മരിച്ച വീട്ടിലെ ആളുകളെ പോയി ആശ്വസിപ്പിക്കാൻ പോലും നമ്മുടെ വനംവകുപ്പ് മന്ത്രി എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് അടിയന്തരമായി നിലവിൽ നമ്മുടെയൊക്കെ മനുഷ്യജീവന് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം തടസ്സമാണെങ്കിൽ നമ്മളതിനെ പറയുക പബ്ലിക് ന്യൂസൻസ് എന്നാണ്. CRPC എന്നൊരു വകുപ്പുണ്ട് 133. CRPC 133 വകുപ്പ് പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റ് കൂടെയായ കളക്ടർക്ക് ആ പബ്ലിക് ന്യൂസൻസ് ഒഴിവാക്കാനുള്ള അവകാശമുണ്ട് CRPC 133 പ്രകാരം. പക്ഷേ ഒരു വന്യമൃഗം നിങ്ങൾക്ക് പബ്ലിക് ന്യൂസൻസ് ആണെങ്കിൽ സെക്ഷൻ 133 ഉപയോഗിക്കാൻ കഴിയുമോ? കോടതി പറഞ്ഞു പറ്റില്ല. കളക്ടർക്ക് ഉത്തരവിടാൻ കഴിയില്ല. അതാണിപ്പോൾ വൈൽഡ് ലൈഫ് കൺസർവേറ്ററുടെ ഉത്തരവാദിത്വത്തിലേക്ക് പോകുന്നത്. ഒരു വൈൽഡ് ലൈഫ് കൺസർവേറ്റർക്ക് മാത്രം ഉത്തരവിടാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്തിനേറെ കാട്ടുപന്നി വിളകൾ നശിപ്പിക്കുന്നതല്ലേ? ആ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതിന് നടന്നിട്ടില്ല. അതിന് താൽക്കാലികമായി വിടുവിക്കാനുള്ളൊരു അവകാശം ഓണററി വൈൽഡ് ലൈഫ് കൺസർവേഷൻ സ്റ്റാറ്റസ് കൊടുത്തിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ തിരിച്ചെടുക്കാൻ പോവുക. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് മലയോരത്തെ കർഷകരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. ഇതിൽ സർക്കാരിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഒരു എക്കോളജിക്കൽ റീസ്റ്റോറേഷൻ പ്ലാൻ ഉണ്ടോ സർക്കാരിന് ഇവിടെയുള്ള വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ പ്രത്യേക പെട്രോളിംഗ് സംഘമുണ്ടോ? പ്രത്യേക RRT സംഘം അവിടെ കൃത്യമായി പെട്രോളിംഗ് നടത്തുന്നുണ്ടോ? നിങ്ങൾക്ക് എൽദോസിൻ്റെ കഥ അറിയില്ലേ? എൽദോസിന് നടന്നു പോകാനുള്ള വഴിവിളക്ക് പോലും ആ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അവിടെ ആന വന്ന് നിൽക്കുന്നത് ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ചിട്ട് അവിടെ വാഹനമെടുക്കാൻ അതിൽ ഡീസൽ ഇല്ലായിരുന്നു എന്നാണ് വനംവകുപ്പിൽ ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞിരുന്നതായി ചില പ്രതികരണങ്ങൾ വന്നിരുന്നത്. അപ്പോൾ അത്തരം നിരുത്തരവാദപരമായി ശ്രമിക്കുന്നു. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു കാട്ടിലൊരു കടുവ ഇറങ്ങിയാൽ ഇന്ന് നമ്മളോട് സംസാരിച്ച കോപ്പി പറയുന്നുണ്ട് 3 ദിവസം മുമ്പ് ഈ വീടിന് മുൻപിലൂടെ ഈ കടുവ നടന്നു പോയതിൻ്റെ കാൽപ്പാടുകളുണ്ടായിരുന്നു. ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ട്രാക്ക് ചെയ്യുന്നുണ്ടോ? അവിടെ തണ്ടർബോൾട്ടിൻ്റെ സംഘം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ വന്യജീവികൾ നാട്ടിലിറങ്ങുന്നു എന്നതിൻ്റെ ഒരു സൂചനയും നാട്ടുകാർക്ക് കൊടുക്കാതിരിക്കുന്ന സ്റ്റേറ്റ് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ആ സ്റ്റേറ്റിന് ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടുമില്ല. വന്യജീവി സംഘർഷം ഇങ്ങനെ തുടരുന്ന സമയത്ത് ഒരു വലിയ പ്രതിഷേധം ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിയെ കുറച്ചു നേരത്തേക്ക് തടഞ്ഞു നിർത്തുന്നു. ആ തടഞ്ഞു നിർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മൃതദേഹവുമായിട്ട് ഒരു വലിയ പൊതു പ്രതിഷേധം ഉണ്ടാവുന്നു. ആ പ്രതിഷേധത്തിന് നടുവിലേക്ക് വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ട് സർക്കാർ ചില കാര്യങ്ങൾ തീരുമാനിച്ചെത്തുന്നു എന്നതിനും അപ്പുറത്തേക്ക് ശാശ്വതമായൊരു പരിഹാരത്തിന് ഇന്നുവരെയും ശ്രമിച്ചിട്ടില്ല. 600 കോടിയിലധികം ഒരു പാക്കേജ് വയനാടിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ല. ആ അർത്ഥത്തിൽ വളരെ കുറച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിലും ഭേദം വയനാടാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ സർക്കാരിന് വ്യക്തതയില്ലേ എന്ന ചോദ്യത്തിന് സർക്കാരിന് ഒരു ഐഡിയയും നിലവിൽ ഇതിൽ വിശാലമായിട്ടില്ല. വനംവകുപ്പ് മന്ത്രി ഇതിൽ പ്രത്യേക താല്പര്യം എടുക്കുന്നില്ല എന്നതാണ് എനിക്കുള്ള വിമർശനം. അത് അങ്ങനെ ചെയ്താൽ പോരാ. വനംവകുപ്പ് മന്ത്രി ഇവരുടെ വീടുകൾ സന്ദർശിക്കണം. മലയോര മേഖലയിൽ 185 പഞ്ചായത്തുകളുണ്ട്. ആ 185 പഞ്ചായത്തുകൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പഞ്ചായത്തുകളിലൂടെ വനംവകുപ്പ് മന്ത്രി ഒന്ന് യാത്രയൊക്കെ ചെയ്യണമെന്നേ. അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നം ഒന്ന് കേൾക്കണം. ഒരു പൊതു അദാലത്ത് വനംവകുപ്പ് സംഘടിപ്പിക്കണം. ഈ വന്യജീവി സംഘർഷമുള്ള മേഖലയിൽ ജനങ്ങളുടെ കൂടി പരിസ്ഥിതി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടൊരു മാസ്റ്റർ കൺസർവേഷൻ റീസ്റ്റോറേഷൻ പ്ലാൻ സംസ്ഥാന സർക്കാരും വനംവകുപ്പും തയ്യാറാക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊന്നും അദ്ദേഹത്തിന് സമയമില്ല. വനംവകുപ്പ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതൊക്കെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിക്കുമെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ പ്രതിപക്ഷത്തിന് മലയോര കർഷക സംരക്ഷണം മാർച്ച് തുടങ്ങുന്നുണ്ട്. PV Anwar ഈ വിഷയം ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ അതേസമയം ഇതേ വനംവകുപ്പ് ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ഇതിൽ പ്രതിഷേധിക്കുന്ന മനുഷ്യരുടെ പേരിൽ ബീറ്റ് ഓഫീസർക്ക് കേസെടുത്ത് അവരെ ജയിലിലിട്ട് പൂട്ടാനുള്ള വനനിയമ ഭേദഗതിയെക്കുറിച്ച് ആലോചിച്ച വനംവകുപ്പാണ് നമുക്കുള്ളത്. തൽക്കാലം പ്രതിഷേധത്തെ തുടർന്നത് മാറ്റിവെച്ചിരിക്കുന്നു. അഥവാ അത് കൊണ്ടുവരില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വനംവകുപ്പിന് കുറച്ചൊക്കെ ഈ മനുഷ്യരുടെ കാര്യത്തിൽ ഒരു സെൻസിറ്റിവിറ്റിയും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സർക്കാരിന് ഒട്ടും വ്യക്തത ഈ വിഷയത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിലില്ല എന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.